ഹലോ വെൽക്കം ഓൾ ഓഫ് യു. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷനിലെ യൂണിറ്റ് 2 ആണ്. യൂണിറ്റ് 1 കാണാത്തവരാണെങ്കിൽ അത് കണ്ടുവന്നതിന് ശേഷം ഈ വീഡിയോ പ്ലേ ചെയ്യുക, കാരണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് യൂണിറ്റ് 2 വരുന്നത് കേട്ടോ. ഇനി യൂണിറ്റ് 2 ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിംപ്ലി എന്താണ്? തടസ്സങ്ങൾ. ഓക്കെ, ബാരിയേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ കമ്മ്യൂണിക്കേഷൻ ചെയ്യണ സമയത്ത് നമുക്ക് വരുന്ന തടസ്സങ്ങൾ, അതാണ് എന്ത്? ബാരിയേഴ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിനൊരു ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാൻ പറ്റും? എനിത്തിങ് ദാറ്റ് റെസ്ട്രിക്ട്സ് കമ്മ്യൂണിക്കേഷൻ ഫ്രം ഡെലിവറിങ് ദി കറക്റ്റ് മെസ്സേജ് ടു ദി റൈറ്റ് പേഴ്സൺ അറ്റ് ദി റൈറ്റ് ടൈം. അതായത് നമ്മൾ ഉദ്ദേശിച്ച ആൾക്ക് ഉദ്ദേശിച്ച സമയത്ത് എന്ത് ചെയ്യാൻ പറ്റാതിരിക്കുക, നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, അതിന് വരുന്ന തടസ്സങ്ങൾ, അത് എന്തുമാവട്ടെ, ഫിസിക്കലി മെൻ്റലി അല്ലെങ്കിൽ എങ്ങനത്തെ രീതിയിലുള്ള തടസ്സങ്ങളാണെങ്കിലും ആ തടസ്സങ്ങളെയാണ് എന്താണോ റെസ്ട്രിക്റ്റ് ചെയ്യുന്നത്, ആ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയണത്? ബാരിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത്. ഓക്കെ, കുറേ അധികം ടൈപ്പ് ബാരിയേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. Mental and psychological issues might take it difficult to communicate effectively. Some people struggle with depression, phobia, speech issues, stage fright, etc. They will definitely affect the effective communication. അതായത് ചില ആൾക്കാർക്ക് എന്താണ്, സ്റ്റേജ് ഫ്രൈറ്റ് ഒക്കെ, സ്റ്റേജിൽ കയറുമ്പോൾ സൗണ്ട് എന്ത് ചെയ്യുക, ഭയങ്കരമായിട്ട് വിറയ്ക്കുക. അതേപോലെ തന്നെ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത്, നമ്മൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വളവളാ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ദേഷ്യമായിരിക്കും, ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ചിലപ്പോൾ ഒന്നോ രണ്ടോ ചോദ്യത്തിനൊക്കെ നമ്മളിങ്ങനെ ആൻസർ പറഞ്ഞിരിക്കും, പിന്നെ അവരിങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ആ സമയത്ത് നമുക്ക് ആരോടും സംസാരിക്കാനായിട്ട് ചില ആൾക്കാർക്ക് കേട്ടോ, ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ് വേണ്ടത് ആ ഒരു സമയത്ത്. അപ്പോൾ എന്താ, ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല. എങ്കിൽ പോലും എന്താണ്, നമ്മൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫോബിയ, എന്തിനോടെങ്കിലും ഉള്ള ഒരു പേടി, ചിലപ്പോൾ കൂടുതൽ സൗണ്ട് കേൾക്കണത്, ഭയങ്കരമായിട്ടുള്ള സൗണ്ട് കേൾക്കണതൊക്കെ ചില ആൾക്കാർക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടാക്കുന്ന സംഭവങ്ങളായിരിക്കും. അപ്പോൾ അതൊക്കെ എന്തിൽ വരുന്നതാണ്? സൈക്കോളജിക്കൽ ബാരിയേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, ഇമോഷണൽ ബാരിയേഴ്സ്. ഇമോഷണൽ ബാരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും, നമുക്ക് ഭയങ്കരമായിട്ട് ചിരിക്കണ സമയത്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയണ സമയത്തൊക്കെ അല്ലെങ്കിൽ നല്ല ദേഷ്യം വരുന്ന സമയത്തൊക്കെ ചിലർ സംസാരിക്കുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണ്, ഭയങ്കര അവിടുത്തെ ഓടിപ്പോകാനൊക്കെ തോന്നും. അങ്ങനത്തെ രീതിയിലാണ് ചിലർ ദേഷ്യം വന്നാലൊക്കെ സംസാരിക്കുക. അപ്പോൾ അതൊക്കെ എന്താണ്, നമ്മുടെ ഇമോഷൻസ് ആണ്. നമ്മുടെ ഇമോഷൻസ് ഒരിക്കലും നമ്മുടെ വാക്കുകളുടെ മേലെ വന്ന് എന്ത് ചെയ്യാൻ പാടില്ല, സമ്മതിക്കരുത്. എന്ത് ചെയ്യാൻ സമ്മതിക്കരുത്? ആധിപത്യം സ്ഥാപിക്കാനായിട്ട് സമ്മതിക്കരുത്. കാരണം എന്താണ്, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമ്മുടേതായിട്ടുള്ള നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അതവിടെ ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, ദേഷ്യപ്പെടുന്ന സമയത്തോ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ചിരിച്ച് ഭയങ്കരമായിട്ട് കരഞ്ഞിരിക്കുന്ന സമയത്തോ നമ്മൾ സംസാരിക്കുമ്പോൾ ആക്ച്വലി നമ്മൾ ശരിക്കും നോർമലായിട്ട് സംസാരിക്കുന്ന രീതിയിൽ നമുക്ക് ചിലപ്പോൾ സംസാരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ എന്താണ്, അവിടെ ഇമോഷൻസ് വന്ന് നമ്മളുടെ ക്ലൗഡ് ചെയ്യാണ്. ആ ഒരു സിറ്റുവേഷനിൽ വരുന്നതാണ് എന്ത്? ഇമോഷണൽ ബാരിയേഴ്സ്. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ആ സമയത്ത് പോയിൻ്റ് എഴുതാൻ കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുകയാണ്, കീവേഡ്സ് അവിടെ കൊടുത്തിരിക്കുകയാണ്. ഓക്കെ, A person's ability to make decisions രണ്ടു വട്ടം വന്നിട്ടുണ്ടല്ലേ, സോറി, might be clouded by emotions like anger, impatience and humor which limit the efficiency of their communication. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഫ്ലോ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ഫ്ലോ ഒന്നും എന്ത് ചെയ്താൽ കിട്ടില്ല, ഈ ഇമോഷൻസ് ഒക്കെ കൂടി വന്ന് ക്ലൗഡ് ചെയ്താൽ കിട്ടില്ല എന്നാണ് പറയണത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫിസിക്കൽ ബാരിയേഴ്സ്. ഫിസിക്കൽ ബാരിയേഴ്സ് എന്താണ്? ബാരിയേഴ്സ് സച്ച് ആസ് നോയ്സ്, ഡിഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഡിവൈസസ് എക്സെട്ര. അതായത് നമ്മുടെ മൊബൈൽ ഇപ്പോൾ കേടായി, മൊബൈൽ എന്നല്ല, നമ്മൾ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഡിവൈസ് അത് കേടായി. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വേറെ മൊബൈൽ വാങ്ങാം. പക്ഷെ എന്നാലും നമുക്ക് അവിടെ എന്ത് ചെയ്യാണ്, നമ്മുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്. അപ്പോൾ റെസ്ട്രിക്റ്റ് ചെയ്യണ സമയത്ത് നമ്മൾ പറഞ്ഞു എന്ത് തന്നെ റെസ്ട്രിക്റ്റ് ചെയ്താലും അത് എന്താണ്? ബാരിയേഴ്സ് ഫോർ കമ്മ്യൂണിക്കേഷനാണ്. ഓക്കെ, എന്ത് രീതിയിലുള്ള റെസ്ട്രിക്ഷൻ വന്നാലും, കമ്മ്യൂണിക്കേഷൻ എന്ത് രീതിയിലുള്ള റെസ്ട്രിക്ഷൻ വന്നാലും അത് അതിൻ്റെ ബാരിയറായിട്ട് നമ്മൾ കണക്കാക്കും. ഓക്കെ, പിന്നെ നോയ്സിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ട് വരിക, അതൊക്കെ എന്തിലാണ് വരുന്നത്? ഫിസിക്കൽ ബാരിയേഴ്സിലാണ് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കൾച്ചറൽ ബാരിയേഴ്സ്. കൾച്ചറൽ ബാരിയേഴ്സിൽ മെയിനായിട്ട് വരുന്നത്
ഇപ്പോൾ അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയാൻ പറ്റുക നമുക്ക് നമ്മുടെ ഒരു കേരളത്തിലൊരു 55% മേലെയുള്ള പിള്ളേർക്കും ഏറ്റവും വലിയ ഡ്രീം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ പുറത്ത് പോയി ഒന്ന് പഠിക്കണം. എന്ത് ജോലി സൈഡായിട്ട് ചെയ്താലും കുഴപ്പമില്ല, പുറത്ത് പോയി ഒന്ന് പഠിക്കണം എന്നായിരിക്കും ഭൂരിഭാഗം ആൾക്കാരുടെയും ഒരു ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് മെയിനായിട്ട് അവിടെ നമ്മൾ ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് കുറേ ഇഷ്യൂസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്നാലും നമ്മൾ മെയിനായിട്ട് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഇഷ്യൂ എന്ന് പറയുന്നത് ലാംഗ്വേജ് ആണ്. നമുക്ക് ഇത്ര ഫ്ലോ ആയിട്ട് അവിടെ സംസാരിക്കാൻ പറ്റില്ല. അതിന് അവരുടെ ലാംഗ്വേജ് പഠിച്ചെടുക്കണം, അവരുടെ കൾച്ചർ എന്താണെന്ന് അറിയണം. നമ്മുടേതിൽ നിന്ന് ഒരുപാട് വ്യത്യാസമായിട്ടായിരിക്കും ഓരോ രാജ്യത്തെയും കൾച്ചർ ഉണ്ടാവുക. അപ്പോൾ അവരുടെ കൾച്ചർ എന്താണെന്നൊക്കെ അറിഞ്ഞ് അതിനോട് എന്ത് ചെയ്യുക, അതിനോടൊന്ന് ഫ്ലോ ആയി പോകണ രീതിക്ക് ആ ഒരു നമ്മൾ സ്ട്രഗിൾ ചെയ്യണ ഫേസ് ഉണ്ടല്ലോ, ആ ലാംഗ്വേജ് പഠിച്ചെടുക്കാനും അതേപോലെ തന്നെ അവരുടെ കൾച്ചർ എന്താണെന്ന് അറിയാനും ഒക്കെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്യണ ആ ഒരു ഫേസ് ഉണ്ടല്ലോ, ആ ഫേസിൽ ശരിക്കും എന്താണ് കമ്മ്യൂണിക്കേഷന് ഒരു റെസ്ട്രിക്ഷൻ വരികയാണ്. എന്ത് രീതിയിലുള്ള റെസ്ട്രിക്ഷൻ ആണ്? കൾച്ചറൽ ബാരിയേഴ്സ് ആണ്. ഓക്കെ, കൾച്ചറൽ ബാരിയേഴ്സിലാണ് ഇങ്ങനത്തെ രീതിയിലുള്ള എക്സാമ്പിൾസ് ഒക്കെ നമ്മൾ എഴുതേണ്ടത്. ദെൻ പിന്നെ അവിടെ പറയുന്നുണ്ട് മെനി മൾട്ടിനാഷണൽ കോർപ്പറേഷൻസ് ഓഫർ സ്പെഷ്യലൈസ്ഡ് ഓറിയൻറ്റേഷൻ സെഷൻസ് ടു ടീച്ച് ന്യൂ എംപ്ലോയീസ് അബൌട്ട് അതർ കൾച്ചേഴ്സ്. അതായത് ബാക്കിയുള്ള രാജ്യത്തെ കൾച്ചർ എങ്ങനെയാണ് എന്നൊക്കെ ഒരുപാട് മൾട്ടിനാഷണൽ കമ്പനീസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ എംപ്ലോയീസിനെ ടീച്ച് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഓറിയൻറ്റേഷൻ സെഷൻ വരെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയണം. ഇനി നെക്സ്റ്റ് വൺ, ഫിസിയോളജിക്കൽ ബാരിയർ. ഫിസിയോളജിക്കൽ ബാരിയറിൽ എന്താ വരുന്നത്? ഇൽനെസ്, സ്പെസിഫിക് പ്രോബ്ലംസ് ഓൾസോ റെസ്ട്രിക്ട്സ് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഷ്രിൽ വോയിസ്, ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് ഒരു ഡിസബിലിറ്റിയാണ്. അതായത് എഴുതാനും വായിക്കാനുമുള്ള ആ ഒരു ഡിസബിലിറ്റീനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ദെൻ ഷ്രിൽ വോയിസ്, അതായത് നമ്മുടെ സൗണ്ട് എന്ത് ചെയ്യാം, ഭയങ്കരമായിട്ട് ബ്രേക്ക് ചെയ്ത് അടപ്പൊക്കെ വരുന്ന വോയിസിന് ഫുള്ളായിട്ട് എന്തെങ്കിലും നമുക്ക് ഒരു ചെറുതായിട്ടെങ്കിലും ഒരു അസ്വസ്ഥത തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കമ്മ്യൂണിക്കേഷനിൽ അത് ചെറുതായിട്ടെങ്കിലും എന്ത് ചെയ്യും, ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ എന്തിലാണ് വരുന്നത്? ഫിസിയോളജിക്കൽ ബാരിയേഴ്സിലാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ഓർഗനൈസേഷണൽ ബാരിയേഴ്സ്. ഓർഗനൈസേഷണൽ ബാരിയേഴ്സിൽ അതായത് നമുക്കിപ്പോൾ ഒരു ഓർഗനൈസേഷണൽ, ഇപ്പോൾ ഒരു കമ്പനി ആണെങ്കിൽ ആ കമ്പനിയിൽ കുറേ റൂൾസ് ഉണ്ടാവും, ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ഉണ്ടാവും, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും, അവരുടേതായിട്ടുള്ള രീതിയിലുള്ള റൂൾസ് അവർ അവിടെ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ, അതായത് ആ കമ്പനിയിലെ ഏറ്റവും താഴ്ന്ന ലെവലിലുള്ള എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ആ ഒരു ഒരു കംഫർട്ട്നെസ്സിൽ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വർക്ക് പ്രഷറൊക്കെ കൊടുക്കുന്ന കുറേ കമ്പനീസ് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ എംപ്ലോയീസിന് അവരുടേതായിട്ടുള്ള രീതിയിൽ അവരുടെ ഫ്ലോയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണില്ല, അവരുടെ ഐഡിയാസ് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണില്ല. അങ്ങനെ വരുമ്പോൾ അവരുടെ കമ്മ്യൂണിക്കേഷൻ അവിടെ റെസ്ട്രിക്റ്റ് ആവുകയാണല്ലോ. അപ്പോൾ അവിടെ വരുന്നത് എന്താണ്? ഓർഗനൈസേഷണൽ ബാരിയേഴ്സ് ആണ്. ദി കോംപ്ലക്സിറ്റി ഓഫ് ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ് ആൻഡ് ദി പ്രസൻസ് ഓഫ് ന്യൂമറസ് മാനേജേഴ്സ് ക്യാൻ ഒക്കേഷണലി make it challenging to communicate ideas clearly. Okay. Then next one, semantic barriers. Semantic barriers എന്ന് പറഞ്ഞ്, സെമാൻറ്റിക് ബാരിയേഴ്സ് എന്ന് കേട്ടാൽ തന്നെ ഫസ്റ്റ് ഓർത്തോളൂ, സെൻഡർ, അതായത് നമ്മൾ അയക്കുന്ന ആൾ, മെസ്സേജ് അയക്കുന്ന ആൾ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫോർമേഷൻ അയക്കുന്ന ആളിനെയാണല്ലോ നമ്മൾ സെൻഡർ എന്ന് പറയുക. സെൻഡറിൻ്റെ ഭാഗത്ത് നിന്നും വരുന്ന റെസ്ട്രിക്ഷനാണ്. അതായത് സെൻഡറിന് സെൻഡ് ചെയ്യാൻ പറ്റാതിരിക്കുക. അങ്ങനെ വരുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, അവിടെ റെസ്ട്രിക്ഷൻ വരുമ്പോഴാണ് ഏത് രീതിയിലേക്ക് അത് മാറുന്നത്? സെമാൻറ്റിക് ബാരിയേഴ്സിലേക്ക് അത് മാറുന്നത്. ഓക്കെ, സെമാൻറ്റിക് ബാരിയേഴ്സ് ഇസ് another term for language barrier. Ineffective communication between the sender and receiver is the root cause of these barriers. Semantic barriers can occur occasionally as a result of sender's unclear or complicated information delivery method. അതായത് സെൻഡർ എങ്ങനെയാണോ ഇൻഫോർമേഷൻ ഡെലിവറി ചെയ്യുന്നത്, ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിലായിരിക്കും സെൻഡർ എന്ത് ചെയ്യുന്നുണ്ടാവുക, മെസ്സേജ് ഡെലിവർ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ആ സമയത്ത് അവിടെ വരുന്നത് എന്താണ്? സെമാൻറ്റിക് ബാരിയേഴ്സ് ആണ്. ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ നമ്മൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ. ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ കീവേഡ്സ്.
Formal communication is used to convey information in a structured and systematic way. അതായത് ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ എന്തൊക്കെ പറയണം, എന്തൊക്കെ രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മളൊന്ന് ചിന്തിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ഈ ഫസ്റ്റ് യൂണിറ്റിൽ നമ്മൾ എക്സാമ്പിൾ മെയിനായിട്ട് പറഞ്ഞത് സെമിനാർ പ്രസൻറ്റ് ചെയ്യണ സമയത്തെന്നാണ് പറഞ്ഞത്. അതായത് ഒരു കമ്പനിയിലാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് കമ്മ്യൂണിക്കേഷനിലൂടെയാണ്? ഫോർമൽ കമ്മ്യൂണിക്കേഷനിലൂടെയാണ്. ഓക്കെ, ഇറ്റ് ഇൻക്ലൂഡ്സ് കോൺവെർസേഷൻ ബിറ്റ്വീൻ സുപ്പീരിയേഴ്സ് ആൻഡ് സബോർഡിനേറ്റ്സ്. സുപ്പീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിലുള്ള ആൾക്കാർ. സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാർ. കമ്പനി ആണെങ്കിൽ ഇപ്പോൾ സുപ്പീരിയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആ കമ്പനീൻ്റെ അധികാരികൾ ആരാണോ അവരാണ് സുപ്പീരിയേഴ്സ്. സബോർഡിനേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ എംപ്ലോയീസ് ആരാണോ അവരാണ് സബോർഡിനേറ്റ്സ്. അപ്പോൾ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ എന്തിൽ വരും? ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ വരും. Major goals of this communication is making sure that the message has been delivered accurately and having a proper conversation. അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ മേജർ ഗോൾ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് മെസ്സേജ് ഡെലിവറി ചെയ്യും, ആക്യുറേറ്റ്ലി ഡെലിവറിയാണ്, ആൻഡ് പ്രോപ്പർ കോൺവെർസേഷൻ. നമുക്ക് എന്താണോ പറയേണ്ടത് അത് കൃത്യമായിട്ട് ചെയ്യും അവിടെ പറഞ്ഞിരിക്കണം. ഓക്കെ, അതാണ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത്. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നമുക്കിങ്ങനെ ഫ്ലോ ആയിട്ട് പറഞ്ഞു പോകണം, എന്ത് വേണമെങ്കിലും പറയാമെന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു പോകണം. അതിൽ ചിലപ്പോൾ 1-2 പോയിൻ്റൊക്കെ നമുക്ക് എടുക്കാനുള്ളതായിട്ടുണ്ടാവുള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകും. പക്ഷെ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ അങ്ങനെയല്ല, കറക്റ്റായിട്ടുള്ള പോയിൻറ്റ്സ് ആക്യുറേറ്റ് ആയിട്ട് പറഞ്ഞു പോവാണ്. ഓക്കെ, ദിസ് മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇസ് സീൻ ആസ് എഫക്റ്റീവ്. Example of formal communication: reports, job description, work orders, information about sales, etc. ഓക്കെ, അപ്പോൾ ഫോർമൽ കമ്മ്യൂണിക്കേഷൻ്റെ എക്സാമ്പിൾസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു ബ്ലോക്കിൽ തന്നെ കഴിഞ്ഞ യൂണിറ്റിൽ ഞാൻ പറഞ്ഞു എന്തെഴുതുമ്പോൾ നമ്മൾ എക്സാമ്പിൾസ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന എക്സാമ്പിൾസ് ആയിരിക്കും, അതൊന്ന് ജസ്റ്റ് അവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കുക. ഇനി യൂണിറ്റ് 2-ലും അത് തന്നെയാണ്. ഈ ബ്ലോക്ക് എനിക്ക് തോന്നുന്നു ഈ ബ്ലോക്കിലെ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും അതിന് എക്സാമ്പിൾ എഴുതാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ നിങ്ങൾ അവിടെ എക്സാമ്പിൾസ് ചോദിച്ചിട്ടില്ലെങ്കിലും എക്സാമ്പിൾസ് എഴുതി വെക്കാനായിട്ട് നോക്കുക. ഓക്കെ, ഇനി ടൈപ്സ് ഓഫ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഏതൊക്കെ ടൈപ്പ് ഫോർമൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടെന്നാണ് പറയണത്. ഇത് വളരെ ഈസിയാണ്, പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ, വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ, ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, ഇനി ഫസ്റ്റ് വൺ അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ. അപ്വേർഡ് എന്ന് പറയുമ്പോൾ തന്നെ മുകളിലേക്ക്. ഓക്കെ, മുകളിലേക്ക്. ഇപ്പോൾ ഒരു കമ്പനി നമ്മൾ ഇമാജിൻ ചെയ്യുക. അപ്പോൾ അത് മുകളിലേക്ക് എന്ന് പറയുമ്പോൾ താഴെ തട്ടിൽ കിടക്കുന്നത് ആരാണ്? എംപ്ലോയീസ് ആണ്, സബോർഡിനേറ്റ്സ് ആണ്. ഈ സബോർഡിനേറ്റ്സിൽ നിന്നും സുപ്പീരിയർ, അതായത് കമ്പനീൻ്റെ അധികാരികളിലേക്ക് ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷൻ ഇവർ പാസ് ചെയ്യാം. സബോർഡിനേറ്റ്സ് സുപ്പീരിയറിലേക്ക് ഇൻഫോർമേഷൻ പാസ് ചെയ്യാം. അതാണ് എന്തിൽ വരുന്നത്? അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. നമ്മൾ മെയിനായിട്ടും എന്തൊക്കെയായിരിക്കും ചോദിക്കുക? ലീവ് തരുമോ, അല്ലെങ്കിൽ ശമ്പളം കൂട്ടി തരുമോ, അങ്ങനത്തെ രീതിയിലുള്ള റിക്വസ്റ്റ് ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലയിൻസ് ആയിരിക്കാം, എനിക്ക് സാലറി കുറവാണ്, അല്ലെങ്കിൽ ഇവിടെ അത്രയ്ക്കും വർക്ക് പ്രഷർ ആണെന്നുള്ള കംപ്ലയിൻസ് ആയിരിക്കാം. പിന്നെ കമൻസ് ആയിരിക്കാം. പിന്നെ അവരുടേതായിട്ടുള്ള ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്യണ എംപ്ലോയീസ് ഉണ്ട്, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള എംപ്ലോയീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതിലാണ് വരുന്നത്? അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. അപ്വേർഡ് കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ട് ഓർത്തിരിക്കേണ്ട പോയിന്റ് ഫ്രം സബോർഡിനേറ്റ്സ് ടു സുപ്പീരിയർ. ഓക്കെ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ. സോ ഒന്ന് പഠിച്ചാൽ മതി, അപ്വേർഡ് കമ്മ്യൂണിക്കേഷൻ മാത്രം പഠിച്ചാൽ മതി, ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ പഠിക്കേണ്ട. മനസ്സിലായോ? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷൻ when information is passed from top management level to various subordinate levels in a downward direction. It consists of instructions, orders, policies and information. അതായത് നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള മീറ്റിംഗ് ഒക്കെ വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം. എന്തെങ്കിലും ഇൻഫോർമേഷൻ ചെയ്യാനായിരിക്കാം, പാസ് ചെയ്യാനായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ്, കമ്പനി ഇങ്ങനെ ആയാൽ പോരാ, കുറച്ചും കൂടി ആവണം, അതിന് ഇന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ കൊണ്ടുവരണം, ഇന്ന മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരെന്ത് മീറ്റിംഗ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അപ്പോൾ അതൊക്കെ ഇതിലാണ് വരുന്നത്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിലാണ് വരുന്നത്. അതായത് ഫ്രം സബോർഡിനേറ്റ്സ് ടു ഫ്രം സുപ്പീരിയർ ടു സബോർഡിനേറ്റ്സ്. അതാണ് വരുന്നത്? ഡൗൺവേർഡ് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ഇനി നെക്സ്റ്റ് വൺ വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഈ അപ്വേർഡ് എന്നും പറഞ്ഞു, ഡൗൺവേർഡ് എന്നും പറഞ്ഞു, രണ്ടും സെയിം ഡയറക്ഷൻ. ഒന്ന് താഴെ നിന്ന് മുകളിലേക്ക്, ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക്. അപ്പോൾ രണ്ടും
രണ്ടും വരുന്ന ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്താന്ന് പറയുന്നത് വെർട്ടിക്കൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഡയറക്റ്റ് ഫ്ലോ ഓഫ് ഇൻഫോർമേഷൻ ബോത്ത് അപ്പ് ആൻഡ് ഡൗൺ ദി ചെയിൻ ഓഫ് കമാൻഡ് follows organizational structure. General practice in most business communication is to go either from superior. Okay, ഇനി ഇതെല്ലാം നമുക്ക് ശരിക്കും അറിയുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ പേരിൽ നിന്ന് തന്നെ പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അതെന്ത് ചെയ്തിട്ടുണ്ട്, ഒന്ന് പോയിൻ്റ് ഔട്ട് ചെയ്തിട്ട് എക്സാമിന് എഴുതാൻ പറ്റുന്ന കീവേഡ്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ദെൻ ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ. ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനിൽ മെയിനായിട്ടും ഒരേ രീതിയിലുള്ള, അതായത് ഒരേ പൊസിഷനിലുള്ള ആൾക്കാർ തമ്മിൽ, ഇപ്പോൾ മാനേജേഴ്സ് ആയാലും അങ്ങനെ എംപ്ലോയീസ് ആയാലും അങ്ങനെ അവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, മാനേജർ ടു അടുത്ത മാനേജർ, എംപ്ലോയി ടു അടുത്ത എംപ്ലോയി, അങ്ങനെയുള്ള ആ ഒരു കോൺവെർസേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷനാണ് എന്താന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട് എന്താണ്, സെയിം ഹൈറാർക്കിയൽ ലെവൽ. അത് കീ പോയിൻ്റ് ആണ്. സെയിം ഹൈറാർക്കിയൽ ലെവലിലുള്ള സെയിം ഹൈറാർക്കിയൽ ലെവലിലുള്ള പീപ്പിൾസ് തമ്മിലുള്ള കോൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷനാണ് എന്തിൽ വരുന്നത്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. ബെറ്റി ആൻഡ് കെ അതാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഹൊറിസോണ്ടൽ കമ്മ്യൂണിക്കേഷൻ ഒക്കേഴ്സ് ബിറ്റ്വീൻ വർക്കേഴ്സ് അറ്റ് ജനറലി ഈക്വൽ ലെവൽസ് ഇൻ ആൻ ഓർഗനൈസേഷൻ. ഓക്കെ, ഇനി ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്താണ്, ആരോട് വേണമെങ്കിലും പറയാൻ പറ്റിയതാണ് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് വെർട്ടിക്കലും അല്ല ഹൊറിസോണ്ടലും അല്ല. ഹിയർ പേഴ്സൺസ് ഫ്രം വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ക്യാൻ കമ്മ്യൂണിക്കേറ്റ് വിത്ത് വൺ അനദർ. അതായത് ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുള്ള ആളാണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, മറ്റൊരാളോട് സംസാരിക്കാം, വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആളോട് സംസാരിക്കാം. ഓക്കെ, അതാണ് എന്തെന്ന് പറയുന്നത് ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഡയഗണൽ കമ്മ്യൂണിക്കേഷൻ ഇസ് ഓൾസോ നോൺ ആസ് ക്രോസ് വൈസ് കമ്മ്യൂണിക്കേഷൻ. ഡയഗണൽ എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം അപ്വേർഡും അല്ല ഡൗൺവേർഡും അല്ല. ഈ സ്ക്വയറിൻ്റെ ഒക്കെ ഡയഗണൽ ആലോചിച്ചാൽ മതി. നേരെയുള്ള ലൈനും അല്ല, അടിയിലുള്ള ലെങ്ത്തും അല്ല, ബ്രെഡ്ത്തും അല്ല, അതിൻ്റെ ഇടയിലുള്ള ഒരു ചെരിഞ്ഞ ലൈനാണ് എന്താന്ന് പറയുന്നത് ഡയഗണൽ എന്ന് പറയുന്നത്. അത്ര ആലോചിച്ചാൽ മതി. ഇനി ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ. ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ സാധാ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ സംസാരിക്കുന്നത് എന്താണ്, ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ ആണ്. നോൺ ഒഫീഷ്യൽ സ്റ്റൈൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഐഡിയാസ് ആർ ഫ്രീലി കൺവേഡ് ബിറ്റ്വീൻ ടു ഓർ മോർ പീപ്പിൾ വിതൗട്ട് അഡയറിംഗ് ടു എസ്റ്റാബ്ലിഷിംഗ് പ്രൊസീജിയേഴ്സ്, ഫോർമാലിറ്റീസ്, സിസ്റ്റംസ് ഓർ ഓർഗനൈസേഷണൽ സ്ട്രക്ചേഴ്സ്. ഇൻഫോർമേഷൻ ക്യാൻ ദെർഫോർ ഒറിജിനേറ്റ് ഫ്രം എനിവർ. അതായത് എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ആ ഒരു സംസാരം തുടങ്ങാൻ പറ്റും, നമുക്ക് ആ ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും, അല്ലേ? ഫോർമൽ കമ്മ്യൂണിക്കേഷനിൽ അത് പറ്റിക്കൊള്ളണമെന്നില്ല പലപ്പോഴും. ഇനി നമുക്ക് ആ ഒരു ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷൻ തുടങ്ങുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഇൻഫോർമൽ കമ്മ്യൂണിക്കേഷനിലാവുന്ന സമയത്ത് നമുക്ക് ഒരു റൂൾസോ ഒരു ഫോർമാലിറ്റീസോ ഒന്നും, നമുക്ക് ഒരു ഇൻസ്ട്രക്ഷൻസും നമുക്ക് ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കിങ്ങനെ ഫ്ലോ ആയിട്ട് എന്ത് ചെയ്യാം, പറഞ്ഞു പോകാനായിട്ട് പറ്റും. ഓക്കെ, ഇനി കമ്മ്യൂണിക്കേഷൻ എറ്റിക്വറ്റ്. കമ്മ്യൂണിക്കേഷൻ എറ്റിക്വറ്റിൽ മെയിനായിട്ട് പറയണത്, നമ്മൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള മര്യാദകൾ. ഓക്കെ, അത് നമുക്ക് അറിയുന്നതാണ് എന്തൊക്കെയാണെന്നുള്ളത്, പക്ഷെ അത് എന്ത് ചെയ്യണം, അവിടെ നോട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, it is treating one another with respect, being polite and having good manners. Leadership quality, business and professions are all enhanced by good manners. The concept of trust should be carried out during the communication. അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കഴിയുന്നത് നമ്മൾ എന്ത് ചെയ്യുക, ഭയങ്കര ട്രസ്റ്റായിട്ട് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഭയങ്കര പൊളൈറ്റായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുക. ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, കമ്മ്യൂണിക്കേറ്റ് എറ്റിക്വറ്റിൽ വരുന്നതാണ്. ഇനി ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് കമ്മ്യൂണിക്കേറ്റ് എറ്റിക്വറ്റ്സ്. ഈ പോയിൻറ്റ്സ് എല്ലാം നമുക്ക് അറിയുന്ന പോയിൻറ്റ്സ് ആണ്. ഇത് ജസ്റ്റ് അവിടെ നോട്ട് ചെയ്ത് കൊടുത്തത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചിലപ്പോൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, റെസ്പോണ്ടിങ് ക്വിക്ക്ലി. അതായത് ഇതൊക്കെ എല്ലാ പോയിൻറ്റും നമുക്ക് അറിയുന്ന പോയിൻ്റാണ്. എന്താണ്, നമ്മളിപ്പോൾ ഒരാൾ സംസാരിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും റീല് കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കും. ചിലപ്പോൾ അയാൾ പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നേ എന്ന് ചോദിക്കുന്ന സമയത്ത് അയാൾക്ക് അതൊരു റെസ്പെക്റ്റ് ഇല്ലാത്തൊരു ഫീലാണ് കിട്ടുക. അപ്പോൾ റെസ്പെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമുക്ക് പൊളൈറ്റായിട്ട് റെസ്പെക്റ്റായിട്ട് വേണം നമ്മൾ ഒരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് കഴിയുന്ന രീതിയിൽ നമ്മൾ ക്വിക്ക്ലി റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ, എക്സ്പ്രസിങ് ഗ്രാറ്റിറ്റ്യൂഡ് പബ്ലിക്കലി, ഇൻഫോമിങ് അതേഴ്സ്, apologizing publicly, displaying personal integrity, responding right away even to decline, complimenting others, encouraging others, maintaining promises, providing good feedback, being truthful and kind. ഇതെല്ലാതും എന്ത് ചെയ്യാം, ഇതെല്ലാം പഠിക്കണമെന്നില്ല. ഇതിൽ ജസ്റ്റ് ഒരു 5 പോയിൻറ്റ്സ് എങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ കംഫർട്ട് ആയിട്ടുള്ള 5 പോയിൻറ്റ്സ് എന്ത് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം.
ഓക്കെ. ഇനി ഓറൽ ഓർ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ, ഓറൽ കമ്മ്യൂണിക്കേഷൻ ആണോ അതോ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണോ നല്ലത് എന്നുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആണ് അത്. ഇനി ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെയും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ്റെയും പോയിൻറ്റ്സ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്യുക. ഓറൽ കമ്മ്യൂണിക്കേഷനിൽ ഇൻഫോർമൽ മോഡ് യൂസ്ഡ് ഇൻ ബോത്ത് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് കോൺവെർസേഷൻ. പബ്ലിക് കോൺവെർസേഷൻ ആയിക്കോട്ടെ പ്രൈവറ്റ് കോൺവെർസേഷൻ ആയിക്കോട്ടെ നമുക്ക് എല്ലായിടത്തും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ മെത്തേഡാണ് എന്തെന്ന് പറയണത്, ഓറൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയണത്. അത് ഇൻഎക്സ്പെൻസീവ് ആണ്. നമുക്കിങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള ചിലവും ഇല്ലല്ലോ. നമുക്കിങ്ങനെ ഭയങ്കര സംസാരിച്ച് ഇങ്ങനെ രസിച്ച് നമുക്ക് പോവാം. ഒരു രീതിയിലുള്ള ചിലവും എന്തില്ല, സംസാരിക്കാനായിട്ടില്ല. ഓക്കെ. Communication responses are very quick, less time to prepare and deliver messages. Enable the message to be communicated with the appropriate pitch and tone. ഈ ഒരു പോയിന്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ എല്ലാ പോയിൻറ്റ്സും ഒരുവിധം നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഈ ഒരു പോയിന്റ്, ഈ പിച്ച് ആൻഡ് ടോണിൻ്റെ ഒരു പോയിന്റ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അത് അടുത്തത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പറയാം. റെഡ്യൂസസ് ദി എമൗണ്ട് ഓഫ് എഫേർട്ട് റിക്വയർഡ് ആൻഡ് സേവ് ടൈം. അല്ലേ, കറക്റ്റ് അല്ലേ? നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ എഴുതുന്നതിനേക്കാളും ഒരുപാട് സമയം ലാഭമാണ് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ. ദെൻ establishing eye contact and adjusting body language in accordance with the message are crucial. അത് ഐ കോണ്ടാക്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാവരും നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഒരാളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ അവരുടെ കണ്ണിലേക്ക് നോക്കി സംസാരിക്കണം പറയും. കാരണം അതൊരു പ്രത്യേക തരം ഒരു സംസാരിക്കുന്ന സമയത്ത് ആ ഒരു സംസാരത്തിൻ്റെ എല്ലാ ഒരു പോയിൻറ്റ്സും എല്ലാ എലമെൻറ്റ്സും കിട്ടാൻ നമുക്ക് ആ ഐ കോണ്ടാക്ട് എന്ത് ചെയ്യും, ഒരുപാട് യൂസ്ഫുൾ ആണ്. ഓക്കെ. ദെൻ റിട്ടൺ കമ്മ്യൂണിക്കേഷൻ. റിട്ടൺ കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഒരുവിധം നമ്മൾ കണ്ടിട്ടുള്ള റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ലെറ്റേഴ്സ് ആയിക്കോട്ടെ, നമ്മൾ ലീവ് ലെറ്റേഴ്സൊക്കെ എഴുതുമ്പോൾ എനിക്ക് ലീവ് തരണം എന്നൊക്കെ എഴുതുമ്പോൾ അത് ഭയങ്കര ഒരു കോമഡി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ നമ്മൾ അതിനെന്തുണ്ട്, ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അത് തന്നെയാണ് അതിൻ്റെ ഉദ്ദേശം, ലീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോദിക്കണത്. പക്ഷേ അങ്ങനെ ചോദിക്കണ സമയത്ത് നമ്മളൊരു പ്രിൻസിപ്പളിനോ അല്ലെങ്കിൽ നമ്മുടെ HOD ഒക്കെ ചോദിക്കണ സമയത്ത് എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, അതിൻ്റെ ആ ഒരു ഫോർമാലിറ്റീസൊക്കെ കറക്റ്റായിട്ട് എഴുതി അങ്ങനെ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ലീവിന് അപ്ലൈ ചെയ്യാനായിട്ട് ആ ഒരു ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പോൾ അതൊക്കെയാണ് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ വരുന്നത്. റിക്വയർസ് സം കോസ്റ്റ്. അതായത് ഈ ലെറ്റർ നമ്മൾ ഫാർ അവേ ദൂരെയുള്ള ആൾക്കാർക്ക് ലെറ്റർ അയക്കുന്ന സമയത്തൊക്കെ നമ്മൾ ലെറ്റർ അയക്കുന്നു, അവരുടെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ഓഫീസിൽ പോയി ലെറ്റർ അയക്കുന്നു, വീണ്ടും അതിൻ്റെ റിപ്ലൈക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒരുപാട് സമയം അവിടെ എടുക്കുമായിരുന്നു. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് കോസ്റ്റ് ഓറൽ കമ്മ്യൂണിക്കേഷനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ച് കോസ്റ്റൊക്കെ വരികയാണ്. ഓക്കെ. ഇനി റിക്വയർസ് മോർ ടൈം ടു പ്രൊവൈഡ് ഫീഡ്ബാക്ക്. നമ്മൾ പറഞ്ഞു മോർ ടൈം ടു പ്രിപ്പയർ ആൻഡ് ഡെലിവർ മെസ്സേജസ്, മോർ ചാൻസ് ടു കൺഫ്യൂസേഴ്സ് ദി പിച്ച് ആൻഡ് ടോൺ. ഇത് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന വിത്തൗട്ട് ഇമോജീസ് ടെക്സ്റ്റ് മെസ്സേജ് അയക്കുന്ന ആൾക്കാർക്ക് ഇത് അറിയാൻ പറ്റും. കാരണം നമ്മൾ ഇമോജീസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. പക്ഷേ എഴുതുന്ന സമയത്ത് നമ്മൾ ടെക്സ്റ്റ് ചെയ്യണ സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലായിരിക്കില്ല ചിലപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ച ആൾ അത് എടുക്കുന്നുണ്ടാവും. നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് അയക്കണ മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ, എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ കോമഡിക്കൊക്കെ അയക്കണ മെസ്സേജ് ആയിരിക്കും. പക്ഷെ അവർക്കത് കിട്ടുന്നത് അല്ലെങ്കിൽ അവരത് ചിലപ്പോൾ നെഗറ്റീവായിട്ടൊക്കെ എടുത്ത് ഇങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ചില രീതിയിലൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിച്ച് ആൻഡ് ടോണിൽ ഭയങ്കര കൺഫ്യൂഷൻ വരാൻ എന്തിനെ സാധ്യതയുണ്ട്, റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ സാധ്യതയുണ്ട്. മേ ബി റെഫർ ടു ഇൻ ദി ഫ്യൂച്ചർ. അതൊരു പോയിൻ്റാണ്, അതൊരു ബെനിഫിറ്റായിട്ട് റിട്ടൺ കമ്മ്യൂണിക്കേഷനിൽ നമുക്ക് പറയാൻ പറ്റും. കാരണം ഓറൽ കമ്മ്യൂണിക്കേഷനേക്കാളും റിട്ടൺ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിൽ അതെന്ത് ചെയ്യാം, അതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് അതങ്ങനെ ഇരിക്കും. നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ, അതൊരു ഡോക്യുമെൻ്റ് ആയിട്ട് അതങ്ങനെ ഇരിക്കും. അപ്പോൾ ആ ഒരു ഡോക്യുമെൻ്റ് നമുക്ക് ഫ്യൂച്ചറിൽ വേണമെങ്കിലും റെഫർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ലെറ്റേഴ്സ്, റിസർച്ച് പേപ്പർ, റിപ്പോർട്ട്സ് എക്സെട്ര. അതൊക്കെ നമുക്ക് അറിയുന്ന എക്സാമ്പിൾസ് ആണ്, അവിടെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ ഇത്രയുള്ള യൂണിറ്റ് 2 സിമ്പിളാണ്. ഒരു ക്ലാസ് കൊണ്ട് നമ്മൾ യൂണിറ്റ് 2 തീർത്തിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ക്വസ്റ്റ്യൻ ആൻസറിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.